അപ്പൊ മനുഷ്യൻ സൂക്ഷ്മതയുള്ളവനാകാനുള്ള മാർഗം ഈ ഗ്രന്ഥം ലോകത്തോട് പറയുന്നത് എന്താ? യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഉഅ്ബുദൂ, നിങ്ങൾ ആരാധിക്കണം. ആരെ ആരാധിക്കേണ്ടത്? ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ. എന്താ റബ്ബെന്ന് പറഞ്ഞാൽ? പടിപടിയായി മനുഷ്യനെ വളർത്തി വലുതാക്കി കൊണ്ടുവരുന്നവനാരോ, ആരാണോ നിങ്ങളെ സൃഷ്ടിച്ചത്, ആരാണോ ഈ ഭൂമി ലോകത്തേക്ക് നിങ്ങളെ കൊണ്ടുവന്നത്, ആരാണ് നിങ്ങളെ നടക്കാൻ പഠിപ്പിച്ചത്, ആരാണ് നിങ്ങളെ പാല് കുടിക്കാൻ പഠിപ്പിച്ചത്, ആരാണ് നിങ്ങളെ എഴുന്നേറ്റ് സഞ്ചരിക്കാൻ പഠിപ്പിച്ചത്, ആ പഠിപ്പിച്ച നിങ്ങളെ വളർത്തി വലുതാക്കി കൊണ്ടുവന്ന ആ റബ്ബിനെയാണ്, ആ അല്ലാഹുവിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. ആരാണ് ആ റബ്ബ്? അല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ച. പിന്നെയോ വല്ലദീന മിൻ ഖബലിക്കും, നിങ്ങളുടെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ച ആ റബ്ബിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. അല്ലാതെ നിങ്ങൾ മുസ്ലിങ്ങളുടെ ദൈവത്തെയല്ല, നിങ്ങളുടെ ഹിന്ദുക്കളുടെ ദൈവത്തെയല്ല, ക്രിസ്ത്യാനികളുടെ ദൈവത്തെയല്ല. മറിച്ച് നിങ്ങളെ ആരാണോ സൃഷ്ടിച്ചത്, നിങ്ങളുടെ അച്ഛനെ ആരാണോ സൃഷ്ടിച്ചത്, നിങ്ങളുടെ വല്യപ്പയെ ആരാണോ സൃഷ്ടിച്ചത്, നിങ്ങളുടെ മുതുമുത്തച്ഛന്മാരെ ആരാണോ സൃഷ്ടിച്ചത്, നിങ്ങളുടെ മുൻഗാമികളെ ആരാണോ സൃഷ്ടിച്ചത്, ഈ കാണുന്ന ഈ മഞ്ചേരി അങ്ങാടി അടങ്ങുന്ന ഈ ഈ മലപ്പുറം ജില്ലയടങ്ങുന്ന ഈ കേരള സംസ്ഥാനം അടങ്ങുന്ന ഈ ഇന്ത്യ അടങ്ങുന്ന ഈ ഏഷ്യ ഭൂഖണ്ഡം അടങ്ങുന്ന ഈ 7 മഹാഭൂഖണ്ഡങ്ങളും അടങ്ങുന്ന ഈ അണ്ഡകടാഹം അടങ്ങുന്ന ഈ കാടും മലയും പർവ്വതങ്ങളും അതുപോലെ തന്നെ സമുദ്രവും എല്ലാം സൃഷ്ടിച്ചു പരിപാലിച്ച, ചന്ദ്രനെ സൃഷ്ടിച്ച, സൂര്യനെ സൃഷ്ടിച്ച, നക്ഷത്രങ്ങളെ മുഴുവനും സൃഷ്ടിച്ച, ഈ ലോകത്തെ സദാസമയം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സരാചരനായ സർവലോക രക്ഷിതാവായ ഒരു റബ്ബുണ്ട്, ഒരു അല്ലാഹുവുണ്ട്. അവനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. വർഗീയതയില്ലാത്ത വിശ്വാസം,